റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 100% ഷുവർ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കിയടാ, റാൻഡം വേരിയബിൾ ഹാസ് ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, ഫൈൻഡ് p ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 4. ഇത് രണ്ടെണ്ണം. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, വാല്യൂ ഓഫ് എ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഒരു പി ഓഫ് എക്സ് തന്നിട്ടില്ലേ, പി ഓഫ് എക്സ്. ആ പി ഓഫ് എക്സിനെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ എത്രയാ കിട്ടാന്നറിയോ? 1 ആണ് കിട്ടുക. എത്രയാണ്? 1 ആണ്. എല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പൊ എ കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതായത് ഈ എയും 2a പ്ലസ് 3a പ്ലസ് 4a പ്ലസ് 5a is equal to 1 ആയിരിക്കും. അതായത് ഒരു എയും 2എയും 3a, 3എയും 3എയും 6a, 6എയും 4എയും 10a, 10എയും 5എയും 15a എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. a is equal to എന്തായിരിക്കും? 1/15 ആണ്. റെഡി? 1/15 ആണ്. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് കറക്റ്റ് പോയിന്റ് വാല്യൂ തന്നെ എഴുതുക. ഇനി അടുത്ത നോക്കിയേ, നമ്മളോട് അടുത്ത് പറഞ്ഞിട്ടുള്ളത് p ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 4 ആണ്. അതായത് ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം 0ന്റെയും 4ന്റെയും ഇടയിലുള്ള എക്സിന്റെ സമ്മ്, എക്സിന്റെ തുക അല്ലെങ്കിൽ എക്സിന്റെ സമ്മ്. പി ഓഫ് 0ന്റെയും എക്സിന്റെയും ഇൻ ബിറ്റ്വീൻ കേട്ടോ, 0ഉം എക്സും ഇല്ല, ലെസ് ദാൻ എന്നാ പറഞ്ഞത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരികയാണെങ്കിൽ, 4 ഇൻക്ലൂഡഡ് ആയിരുന്നു. അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സൈഡിൽ ഉണ്ടെങ്കിൽ 0 ഇൻക്ലൂഡഡ് ആവുമായിരുന്നു. ഇവിടെ ഈ ഈക്വൽ ടു ഇല്ലെങ്കിൽ ഇവന്മാർ രണ്ടാളും ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, 0ന്റെയും 4ന്റെയും ഇടയിലുള്ള ആൾക്കാർ എന്താണ്? 1, 2, 3. ഇവന്മാരുടെ പി ഓഫ് എക്സിന്റെ സമ്മ്, ഇവന്മാരുടെ പി ഓഫ് എക്സ് എന്താ? 1 ആവുമ്പോൾ 2a, 2 ആവുമ്പോൾ 3a, 3 ആവുമ്പോൾ 4a. അതിന്റെ സമ്മ് എന്താണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 2ഉം 3ഉം 5a, 5aയും 4aയും 9a, 9a എന്ന് പറഞ്ഞാൽ എന്താണ്? 9 into 1/15, അതായത് 9/15. ഇതും എത്രയാണ് ഡെസിമൽ വാല്യൂ നിങ്ങൾ കണ്ടെത്തുക. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പി ഓഫ് എക്സ് അല്ലെ പി ഓഫ് എക്സിന്റെ സമ്മ് അറിയാൻ. പി ഓഫ് എക്സിന്റെ സമ്മ് എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ എ ബി എൻ എന്നൊക്കെ പറഞ്ഞ് തരലുണ്ട്. അപ്പൊ എന്റെയും ബിന്റെയും കെന്റെ ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കൽ ഇതുപോലെയാണ്. അതുപോലെ തന്നെ അതാ നോക്കി, പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഈക്വൽ ടു ഇല്ലെങ്കിൽ 0ന്റെയും 4ന്റെയും ഇടയിലുള്ള പി ഓഫ് എക്സിന്റെ എന്താണ്? സമ്മ്. അതായത് ഇതാ ഇവന്മാരുടെ സമ്മ്. റെഡി? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കേ. The probability mass function of a discrete random variable x is given. Calculate the mean and variance of x. ഇതിന്റെ മീനും വേരിയൻസും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ അറിഞ്ഞേ മതിയാവൂലേ. മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. ഓക്കെ, എന്താണ്? സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. ആൻഡ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദിവനാണ്. ഇവന്മാർ രണ്ടാളും ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്ക് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കേ, ഇതെങ്ങനെയായിരിക്കും? സിഗ്മ എക്സ് പി ഓഫ് എക്സ്, അതായത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സിന്റെ സമ്മ്. എക്സും അറിയാം, പി ഓഫ് എക്സും അറിയാം. അങ്ങനെയെങ്കിൽ എക്സ് പി ഓഫ് എക്സ് നിങ്ങൾ കണ്ടൂടെ? എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0 into 0.1 0 ആണ്. 1 into 0.3 0.3 ആണ്. 2 into 0.4 0.8 ആണ്. 3 into 0.2 that is 0.6 ആണ്. ഇനി ഇവന്മാരുടെ സമ്മ് എന്താടാ? 8ഉം 3ഉം 11ഉം 6ഉം 17 എന്ന് പറയുമ്പോൾ 1.7 ആണ് ഇതിന്റെ സമ്മ്. സോ എന്തായിരിക്കും വരിക? 1.7 ആണ്. ഇനി അടുത്ത് നോക്കിയാൽ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സിന്റെ സമ്മ്. എക്സ് നമുക്കറിയാം, എക്സ് സ്ക്വയർ അറിയൂല അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് എക്സ് സ്ക്വയർ കാണും. എക്സ് സ്ക്വയർ 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് കണ്ടൂടെ? ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എങ്ങനെയാ കാണാ? ഇതാ നോക്കിയേ, നമ്മൾ ഈ ടേബിൾ ഞാൻ വരച്ച പോലെ കുറച്ച് നന്നാക്കി അടിപൊളിയായിട്ട് ടേബിളായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ 0 into 0.1 0 ആണ്. 1 into 0.3 0.3 ആണ്. 4 into 0.6 എന്ന് പറഞ്ഞാൽ എന്താ? 1.6 ആണ്. 9 into 0.2 1.8 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക? 8ഉം 6ഉം 3ഉം 9, 9ഉം 8ഉം 17, 17ൽ 7 1 ഉണ്ടാവും. 1, 2 and 3 that is 3.7 ആയിരിക്കും. That is 3.7 minus
1.7 ദ ഹോൾ സ്ക്വയർ. ഇത് എത്രയാന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി ഇതാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. മെയിൻലി നിങ്ങൾ ചോദിക്കുന്ന ആളാണ് ദാ ഇവന്മാർ രണ്ടാളെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ തന്ന ടേബിൾ എന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ തന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് എന്ത് പറയും, മീനും വേരിയൻസും കാണാൻ പറയും. അല്ലെങ്കിൽ ദാ ഇതുപോലെ നമ്മളുടെ ഫൈൻ P(0 > x < 5 അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ദാ നോക്ക് ഫൈൻ ദ വാല്യൂ ഓഫ് എ. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഇതെന്തായാലും വെറുതെ ആക്കരുത്, വെറുതെ ഒഴിവാക്കി വിടണ്ട. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും വരാം. നമുക്ക് ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.